വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു മിനിയേച്ചർ ബോട്ടിൽ ക്രാഫ്റ്റ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ അന്ന് നമ്മൾ അരി കൊണ്ടായിരുന്നു ആ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആവശ്യത്തിലധികം അരി പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അരി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങളൊന്ന് ഈ വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും. അപ്പോൾ ഇന്ന് ഞാനൊരു ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കാർഡ്ബോർഡ്, കവർ ചെയ്യാനായിട്ട് ബ്രൗൺ പേപ്പർ, ഫെവിക്കോള്, ഒരു പെൻസിൽ, സ്കെയിൽ. പിന്നെ നമ്മളിവിടെ ഡൈ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതെങ്ങനെയാണ് പെയിൻറ് ചെയ്യാന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കാർഡ്ബോർഡ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ബ്രൗൺ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ സെൻറ്ററിൽ നമുക്ക് ഫോട്ടോ വെച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബ്രൗൺ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ഫ്രെയിമിനേക്കാളും കുറച്ച് വലിപ്പത്തിലാണ് ബ്രൗൺ പേപ്പർ എടുക്കേണ്ടത്. ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ പാകത്തിന് ബ്രൗൺ പേപ്പർ എടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ സൈഡൊക്കെ നന്നായിട്ടൊന്ന് പെൻസിലെടുത്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് പുറത്തുനിന്ന് നമ്മൾ ബ്രൗൺ പേപ്പർ ഈ ഫ്രെയിമിലേക്കൊന്ന് നന്നായിട്ട് മടക്കി പ്രസ് ചെയ്ത് മടക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വരച്ചെടുക്കാം. അതേപോലെ ഈ സെൻറ്ററിലും പെൻസിൽ വെച്ച് നന്നായിട്ട് വരച്ചെടുക്കണം. സെൻറ്ററിൽ നമ്മൾ ഡയഗണലി ആണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ക്രോസ് ആയിട്ട് ഒരു ലൈൻ കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കട്ട് ചെയ്തിട്ട് ഈ ഫ്രെയിമിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം അത് കട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ ക്രോസ് ആയിട്ട് 2 ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം ഈ ഫ്രെയിം ഇതിന്റെ മേലേക്ക് വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്ന നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ആ പോർഷൻ ഫ്രെയിമിലേക്ക് മടക്കിയിട്ട് ബാക്കി അധികം വരുന്ന പേപ്പർ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഫെവിക്കോൾ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രെയിമിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. നമുക്കിത് ബാക്കി കൂടെ കവർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 4 വശത്തും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ നമ്മുടെ ഫ്രെയിമിന്റെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡൈ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഫെവിക്കോൾ തേച്ചതിന് ശേഷം ഡൈ ചെയ്തിരിക്കുന്ന അരിയിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ അരി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മളിത് ഓരോരോ കളർ ഓരോരോ ഗ്ലാസ്സിലാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് പേപ്പറിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്രെയിമിന്റെ അതേ വലുപ്പത്തിൽ തന്നെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ തേച്ചതിന് ശേഷം ഫ്രെയിം ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്ക് ആവണമെങ്കിൽ ഇതേപോലെ ആവണമെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് ഈ പേപ്പറിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഫ്രെയിമിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അരിയിലേക്ക് ഇത് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ അരി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് ഈ ഫ്രെയിമിന്റെ ബാക്ക് പോർഷനും സ്റ്റാൻഡും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ ഇതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കവർ ചെയ്യണം. അതിനുശേഷം ഈ കോർണറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റാൻഡ് കട്ട് ചെയ്തെടുക്കാം. സ്റ്റാൻഡിന് വേണ്ടി നമ്മൾ ഇതേ ഷേപ്പിൽ 2 പീസാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബാക്ക് പോർഷനിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ സ്റ്റാൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നന്നായി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഫ്രെയിമിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് സ്ഥലത്ത് ഫില്ലാവാതെ ഉണ്ട്. അപ്പോൾ ഫെവിക്കോൾ നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഫില്ലാവണമെന്നില്ല. നമ്മൾ രണ്ടാമത് ഒരു കോട്ട് കൂടെ ഫെവിക്കോൾ അതിൻ്റെ മേലേക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ അരിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. ഒരു 1 hour ഒക്കെ നന്നായിട്ട് ഡ്രൈ ആവണം. 1 hour ഒക്കെ വെയിറ്റ് ചെയ്യണം നമ്മൾ. അതിനുശേഷമാണ് നമ്മൾ ഈ ഫെവിക്കോളും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്ക് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു വാർണിഷ് ചെയ്ത എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടെ ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ആയതിനു ശേഷം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഫ്രണ്ട് പോർഷൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇളകിപ്പോരുന്നൊന്നുമില്ല ഇതിൻ്റെ മേലെ നിന്ന്. ഇനി നമുക്ക് ഇത് ബാക്കായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ 3 വശത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ട, ആ സൈഡിലൂടെയാണ് നമ്മൾ ഫോട്ടോ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും, മേലെയാണോ സൈഡിലാണോ അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈഡിലാണ് നമ്മൾ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വിടുന്നത്. അപ്പോൾ ബാക്കി 3 വശത്ത് നമുക്ക് നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഫ്രണ്ട് പോർഷൻ എടുത്ത് ഇതിൻ്റെ മേലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ ഇതിലേക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡിലൂടെയാണ് ഞാൻ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഒഴിച്ചു വിട്ടതെന്ന്. അതിലൂടെ നമുക്കിങ്ങനെ ഒരു ഫോട്ടോ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.